അമ്മേ, ഇതെന്താടി കൊച്ചേ നീ ഓടിപ്പിടിച്ച് വരുന്നത്? ഇതെന്താ ഇത്ര രാവിലെ? എല്ലാം അമ്മ കാരണം, അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും തലയിലെടുത്ത് വയ്ക്കില്ലായിരുന്നു. അമ്മേ, ഇന്നല്ലേ ബ്യൂട്ടി പാർലറിൽ അഡ്വാൻസ് കൊടുക്കേണ്ടത്? ഞാൻ ഇന്നലെ മുതൽ ഏട്ടനെ ട്രൈ ചെയ്യുക. ഏട്ടൻ ഫോൺ എടുക്കുന്നില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യണം? അമ്മയല്ലേ പറഞ്ഞത് ഏട്ടൻ കാശ് തരും കാശ് തരുമെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? അന്ന് ബ്യൂട്ടി പാർലർ തുടങ്ങണ കാര്യം പറഞ്ഞപ്പോഴേ ഏട്ടന് പാതി മനസ്സായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നിയതാ. ഇതിപ്പോൾ ഇങ്ങനായില്ലേ? നീ ടെൻഷൻ ആവാതെ ഒരു കാര്യം ചെയ്യാം. അവളുടെ ഫോണിൽ നിന്ന് വിളിക്കാം. അപ്പം അവൻ എടുക്കാതിരിക്കുകയല്ലോ. എടി, സുമേഷിനെ ഒന്ന് വിളിച്ചേ. സൗമ്യയുടെ കടയ്ക്ക് ഇന്ന് അഡ്വാൻസ് കൊടുക്കേണ്ടത്. 5 ലക്ഷം അവൻ തരാമെന്ന് പറഞ്ഞതാ. അവളിവിടെ വന്നിട്ടുണ്ട്. നീ ഒന്ന് അവനെ വിളിച്ചു തന്നെ. ഞാൻ അവനോട് സംസാരിക്കാം. അമ്മ എന്തിനാ സംസാരിക്കണത്? അതൊന്നും നടക്കില്ല. എന്ത് നടക്കില്ല എന്ന്? പൈസ കിട്ടില്ല എന്നാ പറഞ്ഞേ. ഏട്ടൻ അടുത്ത മാസം നാട്ടിലേക്ക് പോരുവാ. എല്ലാം നിർത്തി പോരുവാന്നാ പറഞ്ഞേ. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനാ. ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് എന്തിനാ ഇവിടെയൊക്കെ തിണ്ടി തിരിഞ്ഞ് നടക്കാനോ? സൗമ്യയുടെ കാര്യം അപ്പം എന്ത് ചെയ്യും? എൻ്റെ സുതിക്കുട്ടൻ പുതിയ വീട് വെക്കണത് നിനക്കറിയില്ലേ? അവന് നല്ല കാശ് ചിലവുള്ള വീടാണ് വെക്കണത്. അതിനിയിപ്പോൾ എങ്ങനെ പണി തീർക്കും? അതേമ്മാ, എല്ലാവരുടെയും ജീവിതം സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം മാത്രമാണ് സുമേഷ് ഏട്ടൻ. അനിയനെയും പെങ്ങന്മാരെയും അവർക്കിഷ്ടമുള്ളത്രയും പഠിപ്പിച്ച് എല്ലാവർക്കും ജോലിയുമായി നല്ല സാലറിയുണ്ട്. പെങ്ങന്മാരെയൊക്കെ അന്തസ്സോടെ നല്ല കാശൊക്കെ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയച്ച്. എന്നിട്ടും തീർന്നില്ല. ഇതൊക്കെ കൂടാതെ വീട്, കാറ്, പിള്ളേരുടെ പഠിത്തം എന്ന് വേണ്ട സകല ചെലവും ആ മനുഷ്യൻ്റെ തലയിലാണ് ഉള്ളത്. നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യരാ! നിങ്ങൾക്കൊക്കെ മനസ്സാക്ഷിയില്ലേ? നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ജീവിതം ഭദ്രമാക്കണം, ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ എങ്ങനെ ജീവിച്ചാലും നിങ്ങളേത് ബാധിക്കില്ല. എന്താടി, അവനല്ലേ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്? പിന്നെ ആര് കിടക്കണം ഇതുങ്ങളെ നോക്കാനായിട്ട്? നോക്കിയല്ലോ അമ്മേ വേണ്ടുവോളം. അനിയനും പെങ്ങന്മാർക്കും വേണ്ടി തന്നെയല്ലേ ഏട്ടൻ ഇത്രയും വർഷം ആ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടത്, ഇപ്പോഴും കഷ്ടപ്പെടുന്നതും. ഞാനും എൻ്റെ ഭർത്താവും എത്ര കാലം ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ടമ്മേ. വിരലെണ്ണാവുന്ന വളരെ കുറച്ച് മാസങ്ങൾ മാത്രമല്ലേ ജീവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഏട്ടൻ നാട്ടിൽ വന്ന് ഭാര്യയും മക്കളുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ മനുഷ്യൻ ഇനി ഇവിടെ വന്ന് നമ്മുടെയൊക്കെ കൂടെ ജീവിക്കട്ടെ അമ്മേ. ഇനിയും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് അതിനെ അവിടെ പിടിച്ചു നിർത്തല്ലേ അമ്മേ. ഇതെന്താ ഇവിടെ രാവിലെ തുടങ്ങിയോ? കുഞ്ഞാൻ്റി വന്നിട്ടുണ്ടോ? അപ്പം എന്തോ കാര്യമുണ്ടല്ലോ. മോളെ, അച്ചമ്മ പറയുക അച്ഛൻ നാട്ടിലേക്ക് വരണ്ടാന്ന്. എനിക്കും കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേ മോളെ, ഇത് തന്നെയാ അച്ചമ്മയും പറയണത്. മോടെ കൊച്ചച്ഛൻ്റെ വീട് പണി തീരാനുണ്ട്. ഇവള് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോണ്. മോടെ കുഞ്ഞാൻ്റിക്ക് ഒരു കാർ എടുക്കണ കാര്യം പറയണുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ നടക്കണ്ടേ? അവൻ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഇത് വല്ലതും നടക്കുമോ? അച്ചമ്മേ, കൊച്ചച്ഛൻ്റെ വീട്, കുഞ്ഞാൻ്റിയുടെ ബ്യൂട്ടി പാർലർ, കൊച്ചാൻ്റിയുടെ കാറ്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവരുടെ എല്ലാം മക്കളുടെ പഠിത്തം. അവർ വലുതായി കഴിഞ്ഞാലോ അവരുടെ കല്യാണം. അതും കുറഞ്ഞത് 100 പവൻ സ്വർണമെങ്കിലും കൊടുത്ത് കെട്ടിക്കണം. പിന്നെ അവരുടെ വീട്, പിന്നെ അവരുടെ കാറ്, അങ്ങനെ എന്തെല്ലാം ആവശ്യങ്ങളാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ വന്നാൽ മതിയായിരുന്നു അല്ലേ അച്ഛമ്മേ? നീ എന്താടി എന്നെ കളിയാക്കുവാണോ? നീയും നിൻ്റെ അമ്മയും കൂടെ എന്നെ കളിയാക്കിച്ചിരിക്കുക. നിങ്ങളെല്ലാവരും എൻ്റെ അമ്മയെ നോക്ക്. അവർക്ക് അച്ഛനുമായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? കൊച്ചാൻ്റെയും കുഞ്ഞാൻ്റെയും കൊച്ചച്ഛനും എല്ലാവരും കുടുംബമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത്. എനിക്കും അമ്മയ്ക്കും എന്താ ആ സന്തോഷമൊന്നും വേണ്ടേ? കൊച്ചാൻ്റീനെ കെട്ടിച്ചപ്പം വലിയ സ്ത്രീധനമൊക്കെ കൊടുത്ത് വലിയ സമ്പത്തുള്ള വീട്ടിലേക്ക് തന്നെയല്ലേ കെട്ടിച്ചയച്ചത്. എന്നിട്ട് അവരുടെ ആരുടെയും കയ്യിൽ ബ്യൂട്ടി പാർലർ തുടങ്ങാനുള്ള കാശൊന്നുമില്ലേ? തന്നതൊക്കെ ഇനി ഞാൻ തിരിച്ചു കൊടുക്കണമായിരിക്കും ഓക്ക്. എന്തൊക്കെയാണെങ്കിലും അടുത്ത മാസം എൻ്റെ അച്ഛൻ നാട്ടിലേക്ക് വരും. ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ആരും ഇങ്ങോട്ട് ഒരാവശ്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അച്ചമ്മയോട് കൂടിയാണ് പറഞ്ഞത്. അച്ചമ്മ ഒളിഞ്ഞും മറഞ്ഞും ഞങ്ങളെ ഇവിടുന്ന് ഇറക്കാനുള്ള ഓരോ വഴി ഓരോരുത്തരും പറയുന്നതൊക്കെ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. എല്ലാവരെയും നന്നായി മനസ്സിലായിട്ടുണ്ട് എൻ്റെ അച്ഛന്. ഇനി ആരും എൻ്റെ അച്ഛനെ പറ്റിക്കാമെന്ന് വിചാരിക്കണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. അപ്പം എങ്ങനാ? കുഞ്ഞാൻ്റി കയറിയിരിക്കുവാണെങ്കിൽ ഒരു ചായ കുടിച്ചിട്ടും പോവാം. എനിക്ക് നിൻ്റെ സൽക്കാരമൊന്നും വേണ്ട. നിൻ്റെ സൽക്കാരം സ്വീകരിച്ചിരിക്കാനല്ലേ ഞാനിങ്ങോട്ട് വന്നത്. ഞാൻ പോവാ.